യഹസ്കേലിൻ്റെ പ്രവചനം 33 13 നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തൻ്റെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ്റെ നീതിപ്രവൃത്തികളൊന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും. ബൈബിൾ മനുഷ്യന് നിത്യജീവൻ വാഗ്ദത്തം ചെയ്യുന്നു. ഏതൊരു മനുഷ്യനും പാപപരിഹാരം പ്രാപിച്ച് നിത്യരക്ഷയ്ക്ക് അവകാശിയാകാൻ അവസരമുണ്ട്. ഈ വിഷയത്തെ ബൈബിൾ ചില സ്ഥലങ്ങളിൽ വിശദമായി പറയുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ ഭാഗികമായി പറഞ്ഞിരിക്കുന്നു. എന്നാൽ പല ദൈവശാസ്ത്രകാരന്മാർക്കും ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ചിലതെല്ലാം പ്രത്യക്ഷമായി തന്നെ ബൈബിളിൻ്റെ അടിസ്ഥാന ചിന്തയ്ക്ക് വിരുദ്ധമായിട്ടുള്ളവയുമാണ്. എങ്കിലും പ്രബലമായ 2 ചിന്താഗതികൾ: ഒരു മനുഷ്യൻ ഒരിക്കൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ പിന്നെക്കാലവും അവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കും എന്നും, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാലും അവൻ രക്ഷയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടാം എന്നുമാണ്. നാം ഇവിടെ യഹസ്കേലിൽ വായിച്ച വാക്യം ഇതിലെ 2ാമത്തെ ആശയത്തോടാണ് സമരസപ്പെടുന്നത്. അതായത്, ഒരു മനുഷ്യൻ നീതീകരണം പ്രാപിച്ച അനന്തരം ഞാൻ എന്നേക്കുമായി രക്ഷയിൽ സുരക്ഷിതനാണെന്ന് ചിന്തിച്ച് പാപം ചെയ്ത് അതിൽ തുടർന്നാൽ അവൻ അതിനു മുമ്പ് എത്ര നീതിപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഗണ്യമാക്കാതെ ശിക്ഷാവിധി നേരിടേണ്ടി വരും. കൂടുതൽ യുക്തിസഹമായിട്ടുള്ള ആശയം ഇതാണെന്ന് ചിന്തിക്കാൻ കഴിയും. അതായത്, മനുഷ്യന് മരണം വരെ രക്ഷ പ്രാപിക്കാൻ അവസരമുള്ളതുപോലെ തന്നെ രക്ഷയിൽ നിന്ന് വ്യതിചലിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ രക്ഷയിൽ നിന്ന് പുറത്തു ചാടിയാൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ന്യായവിധി ഇല്ലാതാവുകയില്ല. നമ്മുടെ പ്രവൃത്തികളാലല്ല, ദൈവത്തിൻ്റെ കൃപയാണ് രക്ഷയ്ക്കും നീതീകരണത്തിനും ആധാരം. അപ്പോൾ തന്നെ നാം അതിൽ വിശ്വസിക്കേണ്ടതുണ്ട്. ദൈവത്തിലും ദൈവം സൗജന്യമായി നൽകുന്ന രക്ഷയിലും വിശ്വാസമില്ലാത്തവന് അത് പ്രാപിക്കാനും കഴിയുകയില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.